നമസ്കാരം. ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം ഇന്ത്യൻ സൈന്യം നടത്തിയ ചില നിർണായക വ്യോമാഭ്യാസങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ സാധാരണ റോഡുകളിൽ ഹെലികോപ്റ്ററുകൾ ലാൻഡ് ചെയ്യുകയും ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്ന അഭ്യാസ പ്രകടനങ്ങളാണ് സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ശത്രു രാജ്യങ്ങളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും പരമ്പരാഗത വ്യോമതാവളങ്ങൾ ലഭ്യമാകാത്ത ഘട്ടങ്ങളിൽ ബദൽ സംവിധാനങ്ങൾ ഒരുക്കാനുമുള്ള സൈന്യത്തിന്റെ സന്നദ്ധതയാണ് ഇത് കാണിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ജയ്സാൽമീർ അതിർത്തിയിൽ സംഭവിച്ചത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ജയ്സാൽമീറിലെ ഒരു പ്രധാന റോഡിലാണ് ഈ അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറിയത്. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 4-5 സൈനിക ഹെലികോപ്റ്ററുകളാണ് ഈ റോഡിൽ ഇറങ്ങി ഉയർന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ റോഡുകളെ താൽക്കാലിക ലാൻഡിംഗ് സോണുകളാക്കി മാറ്റാൻ കഴിയുമെന്ന് തെളിയിക്കുന്നതാണ് ഈ നീക്കം. ഈ ദൗത്യത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെയും കരസേനയുടെയും കരുത്തറിയിക്കുന്ന പ്രമുഖ ഹെലികോപ്റ്ററുകൾ പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ. ലോകത്തിലെ ഏറ്റവും അത്യാധുനിക അറ്റാക്ക് ഹെലികോപ്റ്ററുകളിൽ ഒന്നായ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളും ഇന്ത്യ സ്വയം വികസിപ്പിച്ചെടുത്ത കരുത്തുറ്റ പോർവിമാനമായ പ്രജന്റ് അഥവാ LCH ഹെലികോപ്റ്ററുകളുമായിരുന്നു പ്രധാനമായും പങ്കെടുത്തത്. നിരവധി സൈനിക ഉദ്യോഗസ്ഥരുടെയും ഓഫീസർമാരുടെയും സാന്നിധ്യത്തിലാണ് ഈ സുപ്രധാന ഡ്രില്ലുകൾ പൂർത്തിയാക്കിയത്. എന്തുകൊണ്ടാണ് സൈന്യം റോഡുകളിൽ ഇത്തരം ലാൻഡിംഗ് അഭ്യാസങ്ങൾ നടത്തുന്നത്? ഇതിന്റെ തന്ത്രപരമായ പ്രാധാന്യം വളരെ വലുതാണ്. ഒരു യുദ്ധ സാഹചര്യത്തിലോ അടിയന്തര ഘട്ടങ്ങളിലോ രാജ്യത്തിന്റെ പ്രധാന വ്യോമതാവളങ്ങൾ ശത്രുക്കളുടെ ആക്രമണത്തിന് ഇരയായാൽ സൈന്യത്തിന്റെ മുന്നേറ്റം തടസ്സപ്പെടാം. അത്തരം സന്ദർഭങ്ങളിൽ പരമ്പരാഗത ലാൻഡിംഗ് സൗകര്യങ്ങൾ ലഭ്യമല്ലെങ്കിൽ പോലും ഹൈവേകളിലും പ്രധാന റോഡുകളിലും ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും ഇറക്കാൻ കഴിയുക എന്നത് സൈനിക നീക്കങ്ങളെ സുഗമമാക്കും. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ഹൈവേകളിൽ വ്യോമസേനയും കരസേനയും ഇത്തരം എമർജൻസി ലാൻഡിംഗ് ഡ്രില്ലുകൾ സ്ഥിരമായി നടത്തിവരുന്നുണ്ട്. രാജസ്ഥാൻ പോലുള്ള മരുഭൂമി പ്രദേശങ്ങളിൽ റോഡുകളെ ഇത്തരത്തിൽ ബദൽ റൺവേകളായി ഉപയോഗിക്കുന്നത് സൈന്യത്തിന്റെ പ്രതിരോധശേഷി ഇരട്ടിയാക്കും. ഈ അഭ്യാസ പ്രകടനങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ ഔദ്യോഗിക ഭാഗത്തുനിന്ന് ഇതുവരെ വിശദമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും അതീവ തന്ത്രപ്രധാനമായ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കഴുത്ത് ഇത്തരം സജ്ജീകരണങ്ങൾ നടക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന ശക്തമായ സന്ദേശമാണ് ഈ ഹെലികോപ്റ്റർ ഡ്രില്ലുകൾ നൽകുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.